പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 നവംബർ മാസം 26 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം. കൈകളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് കാത്തു പരിപാലിച്ചില്ലെന്ന് ഓർത്ത് നോക്കി. അവൻ എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് പോയ പകൽക്കാലം നമ്മളെ സൂക്ഷിച്ചതല്ലേ. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കും സ്നേഹത്തിനും കരുണയ്ക്കും കൃപയ്ക്കുമായിട്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട് കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അങ്ങനെ മഹാകരുണയ്ക്കായിട്ട് കൃപയ്ക്കായിട്ടൊക്കെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം നല്ല ഉറക്കം തന്നു ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ, അതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇത് കർത്താവിൻ്റെ കൃപയായിരുന്നു. സ്വസ്ഥമായി ഉറങ്ങുവാൻ തന്ന ആ നല്ല സാഹചര്യത്തിനായിട്ട് കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ പ്രഭാതത്തിൽ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ ഉണർന്നതല്ല, കർത്താവ് ഞങ്ങളെ ഉണർത്തിയതാകയാൽ കർത്താവിന് നന്ദി പറയുന്നു. അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവ് ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്നത് ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. കൈപിടിച്ച് നടത്തുന്നത് ഓർക്കുമ്പോൾ നന്ദി പറയുന്നു. ബുദ്ധി ഉപദേശിച്ച് ആലോചന പറഞ്ഞു തന്ന് ദൈവിക ജ്ഞാനത്തിൽ ഞങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഓർക്കുമ്പോൾ ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. കൈകൾ ഉയർത്തി അല്പസമയം കൂടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് എത്ര നല്ലവൻ, അങ്ങ് എത്ര വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളോടുള്ള കരുണ വലുതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ 43 സങ്കീർത്തനത്തിൽ പറയുന്നു, അതിൻ്റെ 4-ാമത്തെയും 5-ാമത്തെ വാക്യം, ഞാൻ ദൈവത്തിൻ്റെ പീഠത്തിങ്കിലേക്ക്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ദൈവമേ, എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കും. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. കർത്താവിൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും കർത്താവിനെ സ്തുതിക്കും. താങ്ക് യു ലോർഡ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു അപ്പോൾ ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും സ്തുതിക്കുവാനും ഒക്കെ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഓരോരുത്തരെയും വ്യക്തിപരമായി ഞാൻ അപ്പൻ്റെ കൈകളിലേക്ക് തരുന്നു. ഓരോരുത്തരെയും അപ്പ അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഇന്ന് പകൽക്കാലം നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ അവൻ വിഷമിച്ചിരിക്കുന്ന വിഷയത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് കോർട്ട് കേസ് സംബന്ധമായ വിഷയങ്ങൾ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി കാണാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ, നിന്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന കോർട്ട് കേസിനകത്ത് അതിനകത്ത് ദൈവിക അത്ഭുതം നടക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ കർത്താവ് സഹായിക്കണം. അങ്ങ് നീതിയോടെ ന്യായം വിധിക്കുന്ന ദൈവമാണല്ലോ കർത്താവെ. അങ്ങ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീതി നടപ്പിലാക്കി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനാവശ്യമായ ആരോപണങ്ങൾ, കുറ്റാരോപണങ്ങളൊക്കെ മുഖാന്തരം മനസ്സ് തകർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അതിനകത്തുനിന്ന് അവർ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവെ, അങ്ങ് തൻ്റെ കുഞ്ഞുങ്ങളെ അവരുടെ സത്യത്തെ, അവരുടെ നീതിയെ വെളിപ്പെടുത്തുന്ന ദൈവമാകിയാൽ സ്തോത്രം. തൻ്റെ മക്കൾക്ക് വേണ്ടി അങ്ങ് ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു. തലവേദനയാൽ ഭാരപ്പെടുന്നവർ, തലയ്ക്കകത്ത് ഭാരം മുഖാന്തരം ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് യേശുവിൻ നാമത്തിൽ പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ. അവർ അതിനകത്തുനിന്ന് പൂർണ്ണമായി സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നതിന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കാലിൻ്റെ വെള്ളയിൽ അലർജി വന്ന് കാല് കുത്താൻ പ്രയാസമായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. സാമ്പത്തികമായ എല്ലാ ആവശ്യങ്ങളിലും ദൈവിക വിടുതൽ ഉണ്ടാകട്ടെ. കർത്താവിൻ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കണം, സംരക്ഷിക്കണം. പ്രത്യേകിച്ച് വലിയൊരു റിവൈവലിലേക്ക് ഈ ലോകം മുഴുവൻ, ഈ ഭൂമി മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഒന്ന് നിറയുവാൻ, ആ വലിയ ഉണർവിലേക്കൊന്ന് നീങ്ങുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നലത്തെ നമ്മുടെ മീറ്റിങ്ങിനെ കർത്താവ് അനുഗ്രഹിച്ചു. ദൈവിക ഇടപെടലും ദൈവപ്രവൃത്തിയും ഒക്കെ നടന്നു. അതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ രാത്രി വീണ്ടും നമുക്ക് പ്രത്യേകമായ മീറ്റിംഗ് ഉണ്ടാകും. കർത്താവിൻ്റെ ഹിതമായാൽ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവിക ഇടപെടലുകൾ എല്ലാ മീറ്റിങ്ങുകളും ഉണ്ടാകാനും അനേകർ അനുഗ്രഹിക്കപ്പെടുവാനും കർത്താവ് ഇടവരുത്തുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ജെയിംസ് ചാപ്റ്റർ 4:13-17 അവിടെ ഇങ്ങനെ പറയുന്നത്, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ 2 ആണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്. നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു, നമ്മൾ ഏത് കാര്യത്തിലും കർത്താവിൽ പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്യണം. നമ്മൾ ഒന്നിനെക്കുറിച്ചും പ്രശംസിക്കാൻ പാടില്ല. ഒന്നിലും നമ്മൾ അമിതമായ പ്രശംസയോ അമിതമായ ആശ്രയമോ വെക്കാൻ പാടില്ല. ഇവിടെ പരിശുദ്ധാത്മാവ് നമുക്കൊരു ബുദ്ധി പറഞ്ഞു തരിക. ഇപ്പം നമ്മൾ പറയുക, നാളെ അല്ലെങ്കിൽ നാളെ ഞങ്ങൾ അവിടെ ചെല്ലും, അവിടെ ചെന്ന് ഞങ്ങൾ ഇന്നത് ചെയ്യും, ഞങ്ങൾ അങ്ങനെ സമ്പത്തുണ്ടാക്കും, അല്ലെങ്കിൽ അങ്ങനൊരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കൃപയാൽ, ദൈവം അനുവദിച്ചാൽ എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതായത് നാളത്തെ നമ്മൾ അറിയുന്നില്ല, നമുക്ക് ആർക്കും അറിയുന്നില്ല നാളെ എന്നാ സംഭവിക്കാൻ പോകും. നമുക്ക് ആർക്കും തന്നെ നമുക്ക് നല്ലത് വരും എന്ന് നമുക്ക് കർത്താവിൽ വിശ്വസിക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നല്ലതേ സംഭവിക്കത്തുള്ളൂ, കർത്താവ് നല്ലതേ ചെയ്യുകയുള്ളൂ, നമുക്ക് കർത്താവിൽ വിശ്വസിക്കാം. അല്ല, നമുക്ക് സ്വയമായിട്ട് നമ്മൾ ഒരിക്കലും പ്രശംസിക്കരുത്. ഞങ്ങൾ നാളെ ഇന്നടത്ത് പോയി ഇന്ന കാര്യം ചെയ്യും, അങ്ങനെയല്ല. കർത്താവ് അനുവദിച്ചാൽ, ദൈവഹിതമായാൽ നമ്മളത് ചെയ്യും എന്ന് വേണം ദൈവമക്കൾ പറയാൻ. കാരണം ഓരോ നിമിഷവും കർത്താവിൻ്റെ കൃപയാണ്. ഓരോ നിമിഷവും കർത്താവ് നമുക്ക് നൽകുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്. ആമേൻ. അപ്പം ഇവിടെ പറയുക, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളതാണ്? യെസ്, ആമേൻ. അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മാഞ്ഞു പോകുന്നതുമായ ആവിയല്ല. ഒരു കാറ്റ് പോലെ. ഈ കാറ്റെന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ പറയും, നല്ല കാറ്റാണ്, പെട്ടെന്ന് ആ കാറ്റങ്ങ് മാറിപ്പോവാം, നമുക്ക് പിന്നെ ആ കാറ്റിൻ്റെ ആ സുഖം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. ആമേൻ. ഇതുപോലെയുള്ളൂ മനുഷ്യൻ്റെ ജീവൻ എന്നാണ് അപ്പോസ്തലൻ അവിടെ എഴുതിയിരിക്കുന്നത്. അതായത് പിന്നെ മാഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ നാളെ അത് ചെയ്യാം, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ അത് ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നല്ലയോ നമ്മൾ പറയേണ്ട. അപ്പം നമ്മൾ എന്ത് പറയുമ്പോഴും പറഞ്ഞ് ദൈവഹിതമായാൽ, കർത്താവ് അനുവദിച്ചാൽ, കർത്താവിൻ്റെ കൃപയാൽ നമുക്കത് ചെയ്യാൻ കഴിയും. അല്ല നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പ്രാപ്തി കൊണ്ടോ നമ്മുടെ ആരോഗ്യം കൊണ്ടോ പണം കൊണ്ടോ ഒന്നും നടക്കത്തില്ല. ഇതെല്ലാം കർത്താവ് അനുവദിക്കണം, അല്ലേ? അപ്പോൾ നമ്മൾ ഏത് കാര്യം പറയുമ്പോഴും നമ്മൾ സ്വയത്തിൽ പ്രശംസിച്ച് സ്വയശക്തിയിലോ സ്വയബുദ്ധിയിലോ ഒന്നും ഊന്നിക്കൊണ്ട് പറയാതെ കർത്താവ് അനുവദിച്ചാൽ നമുക്കത് ചെയ്യാം, കർത്താവ് അനുവദിച്ചാൽ ഞാൻ അത് ചെയ്യും എന്ന് വേണം പറയാൻ. കർത്താവ് അനുവദിക്കാത്ത പക്ഷം നമുക്ക് ചെയ്യാൻ കഴിയുമോ? ഇല്ല. അവൻ ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യുമെന്നല്ലോ പറയേണ്ടത്. അതല്ലേ സദൃശ്യവാക്യം 27:1 പറഞ്ഞു, നാളെയുള്ള പദ്ധതികളെക്കുറിച്ച് ഒരിക്കലും വീമ്പിളക്കരുത്. അതായത് ഭയങ്കരമായിട്ട് ചിലർക്ക് പറയത്തില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും. കാരണം നാളെ നിങ്ങൾക്ക് എന്ത് കൊണ്ടുവരുമെന്ന്, അല്ലെങ്കിൽ നാളെ നമുക്ക് എന്ത് ഭവിക്കുമെന്ന് നമുക്കൊരു സൂചനയുമില്ല. അത് കർത്താവാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നാളത്തെ പദ്ധതികളെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്കുള്ള ഒന്നിനെക്കുറിച്ചും വീമ്പിളക്കരുത്. ചിലർ പിള്ളേരെക്കുറിച്ച് വീമ്പിളക്കും, ചിലർ ജോലിയെക്കുറിച്ച് വീമ്പിളക്കും, ചിലർ അവരുടെ കഴിവിനെക്കുറിച്ച് വീമ്പിളക്കും. ഒന്നിനെക്കുറിച്ചും ദൈവമക്കൾ വീമ്പിളക്കരുത്. കർത്താവിൻ്റെ കൃപയാൽ എന്ന പദം മാത്രമേ ദൈവമക്കൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനിയും യാക്കോബ് ലേഖനം അതിൻ്റെ 17-ാമത്തെ വാക്യം പറയുക, 16-ാമത്തെ വാക്യം, നിങ്ങളോ വമ്പ് പറഞ്ഞു പ്രശംസിക്കുന്നു, ഈ പ്രശംസ എല്ലാം ദോഷമാണ്. അപ്പോൾ നമ്മളിങ്ങനെ വീമ്പിളക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വലിയ കാര്യങ്ങളിങ്ങനെ ചുമ്മാ ഇരുന്ന് പറയുന്നത് അത് നല്ലതല്ല. അതുകൊണ്ട് അതങ്ങ് നിർത്തിയിട്ട് പറഞ്ഞാൽ കർത്താവ് അനുവദിച്ചാൽ നമുക്ക് ചെയ്യാം. കർത്താവിൻ്റെ ഹിതമായ, നമ്മൾ ഒത്തിരി പ്രശംസിക്കാൻ പോകണ്ട, കർത്താവിൻ്റെ ഹിതമായ നമുക്കത് നോക്കാം എന്നേ നമ്മൾ പറയാവുള്ളൂ. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നു, നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് ഇന്നൊരു നന്മ ചെയ്യാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അതങ്ങ് ചെയ്തേക്കണം. നാളെ ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഇന്ന് ചെയ്യാൻ പറ്റുന്ന നന്മ, മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്, മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്നത്, മറ്റൊരാളെ ഒന്ന് അനുഗ്രഹിക്കാൻ പറ്റുന്നത് നാളത്തേക്കിന് മാറ്റി വെക്കരുത്. ഇന്ന് ചെയ്യാൻ പറ്റുന്നത് ഇന്ന് തന്നെ ചെയ്യണം. നന്മ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ വിത്തിടുകയാണ്, തക്ക സമയത്ത് നമുക്ക് കൊയ്ത്തും ഉണ്ടാകും. അതുകൊണ്ട് നന്മ ചെയ്യുന്നതിൽ മടുത്തു പോവുകയേ ചെയ്യരുത്. ഇന്ന് നമുക്ക് നന്മ ചെയ്യാനൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ ചെയ്യാം എന്ന് വിചാരിക്കരുത്, ഇന്ന് തന്നെ ചെയ്തോണം. നന്മ ചെയ്യുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. അത് നിശ്ചയമായിട്ടും അതിന് ഒരു ഹാർവസ്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് കർത്താവ് തരും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവരൊക്കെ കേൾക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് highly favored. God bless you. God bless you. God bless you.